ഇരുനില കുടകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും വളരെ മനോഹരമായ ദൃശ്യവിരുന്ന്. ഈ സമയത്ത് നമ്മുടെ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വീശുന്ന ആളുകൾ, സാധാരണഗതിയിൽ ബോഡി ബിൽഡേഴ്സ്, സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഏതാണ്ട് 5 കിലോ 10 കിലോ ഒക്കെ ഭാരമുള്ള ഈ ദൃശ്യവിരുന്ന് അവരെ നമുക്ക് സമ്മാനിക്കുമ്പോൾ അവർ നിത്യാഭ്യാസി ആന എടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സമയത്ത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഗണപതിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വളരെ പുണ്യമായി നൽകുന്ന കുടകളാണ് ഈ സമയത്ത് ഉയർത്തിയിരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ആലോചിച്ചു പോയ മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ 15-30 ഗജവീരന്മാരാണ് 2 വിഭാഗത്തിലായിട്ട് നിൽക്കുന്നത്. ഈ സമയത്ത് ഓരോ നിമിഷവും 2-3 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കുടകൾ മാറി മാറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 15 കുടകൾ, 15-30 കുടകൾ ഒരേ സമയത്ത് 2 വിഭാഗത്തിൻ്റെയും ഉയർത്തണമെങ്കിൽ അതിന് മാത്രം 30 പേര് വരുമെങ്കിൽ ഇത് ഏകദേശം അരമണിക്കൂറും 3/4 മണിക്കൂറും നേരം കൃത്യമായി ഇതിനെ, നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ 1400-ൽ പരം കുടകൾ കൃത്യമായി ഇതിനെ ക്രമീകരിച്ച് നിർത്തണമെങ്കിൽ വൻകിട കമ്പനികൾ പോലും, ഞാനിവിടെ ഈ കമൻട്രി ബോക്സിൽ നിന്ന് ചിന്തിച്ചു പോയൊരു കാര്യം അതാണ്. ഈ കമൻട്രി ബോക്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോകുന്നത്, എത്ര പാറമേക്കാവിൻ്റെയും അതോടൊപ്പം തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും എത്രയോ ടെക്നീഷ്യന്മാർ എത്രയും ചിട്ടയായിട്ട് നമ്മുടെ വലിയ പ്രശസ്തമായ കമ്പനികളിലൊക്കെ ചെയ്യുന്നത് പോലെ 3 ഷിഫ്റ്റ് ജോലി വെച്ച് കൃത്യമായി യാന്ത്രികം ഉപയോഗിച്ചുകൊണ്ട്, യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പോലും കൃത്യമായി പണികൾ ചെയ്യാൻ പലപ്പോഴും പല കമ്പനികൾക്കും സാധിക്കില്ല. പക്ഷേ ഇവിടെ അത് നമ്മുടെ മുന്നിൽ കായഫലം കൊണ്ട് തീർച്ചയായും നമ്മുടെ